അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോടാ. അപ്പൊ മിസ്സിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മള് അടിപൊളിയായിട്ട് ആഴ്ചകളും അതുപോലെ തന്നെ മാസങ്ങളുമാണ് പഠിക്കാൻ പോണത്. അപ്പം ആഴ്ചകള്, വീക്സും അതുപോലെ മന്ത്സും മിസ്സിന്റെ കുട്ടികൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും അല്ലെ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കിതാ ഈ വീഡിയോയില് ഇന്ന് അടിപൊളിയായിട്ട് പഠിച്ചു കളഞ്ഞാലോ. അപ്പൊ നമുക്കറിയാം ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് മക്കളെ? എത്ര ദിവസങ്ങളുണ്ട്? നമുക്കറിയാം ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളാണ് അല്ലെ. 7 days ആണ്. 7 days ആണ് നമ്മൾ 1 week എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ 7 days എന്ന് നോക്കിയാലോ. നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം. നോക്കിക്കേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ നമുക്ക് അറിയാം സൺഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എപ്പോഴും അവധിയായിരിക്കും അല്ലെ. അപ്പൊ സ്കൂളൊന്നും ഇല്ല, വീട്ടിൽ നമ്മൾ അടിപൊളിയായിട്ട് കളിച്ച് നടക്കുന്ന ദിവസം ആണ് നമ്മുടെ ഞായറാഴ്ച അഥവാ സൺഡേ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് സ്കൂളുള്ള ദിവസം ഇല്ലേ, അതാണ് നമ്മുടെ തിങ്കളാഴ്ച, നമ്മുടെ മൺഡേ എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം നമ്മുടെ ചൊവ്വാഴ്ച, അതിനെയാണ് നമ്മൾ ട്യൂസ്ഡേ എന്ന് പറയുന്നത്. ബുധനാഴ്ചയാണ് നമ്മുടെ വെനസ്ഡേ എന്ന് പറയുന്നത്. വ്യാഴാഴ്ചക്ക് നമ്മൾ എന്ത് പറയും? തേഴ്സ്ഡേ എന്ന് പറയും. വെള്ളിയാഴ്ചക്ക് നമ്മൾ ഫ്രൈഡേ എന്ന് പറയും. പിന്നെയും നമുക്ക് അവധിയുള്ള ശനിയാഴ്ചയാണ് നമ്മുടെ സാറ്റർഡേ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഒന്നും കൂടെ മിസ്സിന്റെ കൂടെ പറഞ്ഞേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ആഴ്ചയിൽ 7 ദിവസങ്ങൾ നമുക്കൊരു പാട്ട് പോലെ പഠിക്കാം അല്ലെ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ നമ്മൾ ഞായറാഴ്ചക്ക് എന്താ പറയുക? സൺഡേ, SUNDAY, സൺഡേ, ഞായർ അല്ലെ. അതിനുശേഷം ഇതുണ്ട് MONDAY, മൺഡേ. അതിനുശേഷമോ ട്യൂസ്ഡേ, TUESDAY, ട്യൂസ്ഡേ. അതിനുശേഷം ബുധനാഴ്ച അല്ലെ, വെനസ്ഡേ, WEDNESDAY. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇനി ഏതാ? തേഴ്സ്ഡേ, THURSDAY, തേഴ്സ്ഡേ, വ്യാഴാഴ്ച. തേഴ്സ്ഡേ, ഫ്രൈഡേ, FRIDAY, ഫ്രൈഡേ. സാറ്റർഡേ, SATURDAY. നമ്മൾ അടിപൊളിയായിട്ട് എഴുതി. ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ഒരു ആഴ്ചയിലുള്ള 7 ദിവസങ്ങൾ ഏതൊക്കെയാ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ഇത് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് ഒരു മാസത്തില് എത്ര ദിവസങ്ങളുണ്ട്? ഓരോ മാസങ്ങളിലും ഓരോരോ ദിവസങ്ങളായിരിക്കും അല്ലെ. ഏകദേശം 28 തൊട്ട് 31 ദിവസങ്ങളായിരിക്കും ഉള്ളത്. അങ്ങനെ എത്ര മാസങ്ങളുണ്ട് നമുക്ക്? മൊത്തം 12 മാസങ്ങളുണ്ട് അല്ലെ. 12 months ആണുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിക്കളഞ്ഞാലോ. യെസ്, നോക്കിക്കോ. ഏതൊക്കെയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ മിസ്സിന്റെ കൂടെ ഒന്നും കൂടെ വായിച്ചേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സിമ്പിൾ ആയിട്ട് എത്രയുണ്ട്? 12 months ആണുള്ളത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് മിസ്സിന്റെ കൂടെ ഒന്നും കൂടെ വായിച്ചേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ അടിപൊളിയായിട്ട് നമ്മൾ അപ്പൊ മന്ത്സും പഠിച്ചു, വീക്സും പഠിച്ചു. അപ്പൊ മിസ്സിന്റെ കൂടെ കുട്ടികളെല്ലാരും എന്ത് ചെയ്യുക? ഇതേപോലെയുള്ള വീക്സും ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മന്ത്സും എത്രയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാരും തനിയെ കമന്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.